ഔദുബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം 19-ാമത്തെ ജുസ് വഖാലല്ലദീന ലാ യർജൂന ലിഖാഅന. ഇത് സൂറത്തുൽ ഫുർഖാനാണ്. സൂറത്തുൽ ഫുർഖാൻ്റെ 2 റുക്കു, ഏകദേശം 20 ആയത്ത് 18-ാമത്തെ ജുസുവിൻ്റെ അവസാനമാണുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന അലാ അബ്ദിഹി ലിയകൂന ലിൽ ആലമീന നദീറ. ഈ ആയത്ത് കൊണ്ടാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. ഈ സൂറത്തിൻ്റെ പ്രധാന വിഷയം, ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 77 ആയത്തുകളും 6 റുക്കൂകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ സ്ഥാപിക്കുക, അതുപോലെ തന്നെ മക്ക മുശ്രിക്കീങ്ങളുടെ വിമർശനങ്ങൾക്കുള്ള മറുപടി, പ്രപഞ്ചത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. മക്ക മുശ്രിക്കീങ്ങളുടെ ബാലിശമായ ചില വിമർശനങ്ങൾ, അതിന് തുടക്കത്തിൽ തന്നെ, സൂറത്തിൻ്റെ തുടക്കം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി അതിന് മറുപടി കൊടുക്കുകയാണ്. അതിലേറ്റവും വലിയൊരു വിമർശനമാണ് അവർ പറഞ്ഞിരുന്നത്, ഇത് ചില യഹൂദി പണ്ഡിതരിൽ നിന്ന് കേട്ടിട്ട് എഴുതിയെടുത്ത് അല്ലെങ്കിൽ അങ്ങനെ കൊണ്ടുവന്ന സാധനമാണ് ഈ പരിശുദ്ധ ഖുർആൻ എന്ന്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല, കാരണം ഇവർ ആരോപിക്കുന്ന യഹൂദി പണ്ഡിതരെ ഒക്കെ തന്നെ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നവരാണ്. അവസാനം ഇവരെല്ലാം മുസ്ലിമായി. അപ്പോൾ അങ്ങനെ ഇവരായിരുന്നു എങ്കിൽ കൃത്യമായിട്ടും ഈ പറഞ്ഞ ഈ യഹൂദി പണ്ഡിതരായിരുന്നെങ്കിൽ ഇവരൊരിക്കലും ഇസ്ലാമിലേക്ക് കടന്നു വരില്ലല്ലോ. ഇതെല്ലാം ഞങ്ങൾ പറഞ്ഞു തന്നാണെന്നും പറഞ്ഞ് അവരതിൽ നിന്ന് മാറണ്ടേ. എന്തായാലും ആ രീതിയിൽ അവർ എന്ത് ചെയ്തു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിക്കുന്നു. അതുപോലെ തന്നെ ഖിയാമത്തിനെ നിഷേധിക്കുന്നു. അപ്പം ഖിയാമത്തിനെ അവർ നിഷേധിക്കുക. അപ്പോൾ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടി, അവർക്കെതിരെയുള്ള നടപടി, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരാരാധിച്ചിരുന്ന വിഗ്രഹങ്ങൾ വരെ ചോദ്യം ചെയ്യപ്പെടുമെന്നാണ്. അല്ലാഹു അവരോട് ചോദിക്കുമെന്നാണ്. ഇവരാരാധിച്ച വിഗ്രഹങ്ങൾ നാളെ ചോദ്യം ചെയ്യപ്പെടും. അതായത് വിഗ്രഹങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞതിൻ്റെ രൂപം, നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ മക്ക മുശ്രിക്കീങ്ങളെല്ലാം ഒരു പ്ലാറ്റ്ഫോമിലല്ല, പലർക്കും പല വിശ്വാസങ്ങളാണ്. ബഹുമാനപ്പെട്ട ഷാ വലിയുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹത്തിൻ്റെ അൽ ഫൗസുൽ കബീർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഈ വിഷയം. അതായത് പല പ്ലാറ്റ്ഫോമാണ്. ചിലർ ഈ വിഗ്രഹങ്ങളെ തന്നെ എന്താക്കി വെച്ചവരുണ്ട്, ഇതാണ് ദൈവമെന്ന് വിശ്വസിച്ചവരുമുണ്ട്. വേറെ കുറച്ച് പേര് ഇത് ഞങ്ങൾക്ക് ദൈവത്തിലേക്ക് എത്താനുള്ള ഒരു മാധ്യമമാണ് എന്ന് വിശ്വസിച്ചവരുണ്ട്. ചിലർ ഈ ദൈവം എന്നത് സാലിഹായ ഏതെങ്കിലും അമ്പിയാക്കളോ അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ സാലിഹായ ആൾക്കാരോ ആണ്, അവരുടെ രൂപമാണിത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ആരാധിക്കുന്നത് ആ സാലിഹീങ്ങളെയാണ്. ഞങ്ങളുടെ ആവശ്യം പറയുന്ന ആ സാലിഹീങ്ങളായ ആൾക്കാരുടെ റൂഹിനോടാണ്, അമ്പിയാക്കളുടെ റൂഹിനോടാണ് ഞങ്ങളുടെ ആവശ്യം പറയുന്നത്. ഇത് ഞങ്ങൾക്ക് കോൺസെൻട്രേഷൻ കിട്ടാൻ വേണ്ടി, മനസാന്നിധ്യം കിട്ടാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന രൂപങ്ങളാണ് ഞങ്ങൾ ഈ കൊത്തി വെച്ചിരിക്കുന്നത് എന്ന് പറയുന്ന മക്ക മുശ്രിക്കീങ്ങളും ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ട സാലിഹീങ്ങൾ ഓരോരുത്തരായിട്ട് അല്ലെങ്കിൽ ഈ അമ്പിയാക്കളെ ഓരോരുത്തരായിട്ട് ഹാജരാക്കപ്പെടും. എന്നിട്ട് ഈ അമ്പിയാക്കളെടുത്ത് ചോദിക്കും, നിങ്ങളാണോ പറഞ്ഞത് നിങ്ങളെ ആരാധിക്കാൻ? അപ്പോൾ അവരെല്ലാവരും എന്താകും, പൂർണ്ണമായിട്ടും ബറാഅത്ത്, ഞങ്ങൾ ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പറയില്ല എന്നുള്ള കാര്യങ്ങളാണ് പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. പിന്നെ ഇവർ മലക്കുകളെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് റൂഹ് പിടിക്കുന്ന സമയത്ത് ഓരോരുത്തർക്കും മലക്കുകളെ കാണാൻ കഴിയും എന്നുള്ള രീതിയിൽ അതിനുള്ള മറുപടി. പിന്നെ ഏറ്റവും വലിയൊരു വിഷയം ഇതിൻ്റെ ഒരു ആയത്താണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായിട്ട്, ഈ സമുദായം ഇത്തഖദ ഹാദൽ ഖുർആന മഹ്ജൂറ, ഈ സമുദായം ഈ ഖുർആനെ വിട്ടുകളഞ്ഞു എന്നത്, സമുദായം ഈ ഖുർആനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നത്. അപ്പോൾ ഇത് മുശ്രിക്കീങ്ങളുടെ വിഷയത്തിലാണ്. പരിശുദ്ധമായ ഖുർആനിനെ അവരെന്ത് ചെയ്തു, ഉപേക്ഷിച്ച് കളഞ്ഞു, അതിനെ അവർ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല എന്ന് പറയുന്ന വിഷയം. എങ്കിൽ പോലും മുഫസ്സിരീങ്ങൾ പറയുന്നു, ഇത് മുഅ്മിനീങ്ങളുടെ വിഷയത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഖുർആനെ വിട്ടുകളയുക എന്നത്. ഇന്ന് എത്രയോ മുഅ്മിനീങ്ങളുണ്ട് ഖുർആനുമായിട്ടൊരു ബന്ധവുമില്ലാത്തവർ. ബഹുമാനപ്പെട്ട ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നുണ്ട്, ഈ ഖുർആനെ വിട്ടുകളയുക എന്ന് പറഞ്ഞാൽ അത് പല രീതിയിലുണ്ട്. അതിലൊന്നാമത്തെ രൂപം എന്ന് പറഞ്ഞാൽ അത് മുശ്രിക്കീങ്ങൾ ഖുർആനെ വിട്ടു എന്ന് വെച്ചാൽ അതിൽ വിശ്വസിച്ചില്ല, ഈമാനില്ല, ആ രീതിയിൽ വിട്ടുകളഞ്ഞവർ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വിശ്വാസമുണ്ട് പക്ഷെ അതനുസരിച്ച് അമൽ ചെയ്യുന്നില്ല, ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നില്ല, അപ്പോൾ അതും ഖുർആനെ വിട്ടവർ തന്നെയാണ്.
വേറൊന്ന് അതനുസരിച്ച് ജീവിക്കുന്നുണ്ട്. പക്ഷെ എന്തെങ്കിലും പ്രശ്നം കടന്നു വന്നു കഴിഞ്ഞാൽ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർപ്പാക്കാൻ ഖുർആൻ ഉപയോഗിക്കുന്നില്ല. തീർപ്പ് പറയാൻ ഖുർആൻ വേണ്ട. അപ്പം അവരും ഖുർആന് വിട്ടവരാണ്. വേറൊരു ഗ്രൂപ്പുണ്ട്, ഖുർആൻ ഓതുകയും വായിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷേ ചിന്തിക്കുന്നില്ല. ഖുർആനിൽ പറഞ്ഞ വിഷയങ്ങൾ ചിന്തിക്കാൻ തയ്യാറാകുന്നില്ല. ഇതെല്ലാം അതിൽപ്പെടും. അതുകൊണ്ട് മുഅ്മിനീങ്ങളും സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഈ ആയത്തിൻ്റെ ഉള്ളിൽ ഈ ഖുർആനെ പൂർണ്ണമായും ഒരു രീതിയിലും ഖുർആൻ ഉൾക്കൊള്ളാതെ ജീവിക്കുന്നവരും ഇതിൻ്റെ വഴീതിൽ പെട്ടുപോകും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അതിനുശേഷം പ്രവാചകന്മാരെ സംഭവങ്ങളാണ് ഓരോന്നായിട്ട് പറഞ്ഞു വരുന്നത്. ഇത് പ്രവാചകൻ്റെ സംഭവങ്ങൾ പറയുന്നതിന് മുമ്പായിട്ടൊരു വിഷയമുള്ളത്, ഈ മക്ക മുശ്രിക്കീങ്ങളുടെ വേറൊരു വിമർശനമാണ്, ഖുർആൻ ഒറ്റയടിക്ക് എന്തുകൊണ്ട് ഇറങ്ങിയില്ല. മൂസാ നബിക്ക് തൗറാത്ത് തൂർ സീനയിൽ പോയിട്ട് ഒറ്റയടിക്കാണല്ലോ കൊടുത്തത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായൊരു മറുപടി പറയുന്നു, ലിനുസബ്ബിത ബിഹി ഫുആദക, ഹൃദയത്തിന് എന്ത് കിട്ടാൻ വേണ്ടിയാണ്? ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയാണ്. കാരണം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ദിവസവും പുതിയ പുതിയ വിമർശനങ്ങളും കാഫിരീങ്ങളുടെ ഭാഗത്തുനിന്ന് പുതിയ പുതിയ ഉപദ്രവങ്ങളും ഒക്കെ നേരിടുകയാണ്. അപ്പോൾ തങ്ങൾക്ക് ഓരോ സമയത്തും പരിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ ഇറങ്ങും തോറും തങ്ങൾക്ക് സമാധാനമാണ്, തങ്ങൾക്ക് ശാന്തി കിട്ടും. അപ്പോൾ അതിനു വേണ്ടി ഖുർആൻ ഒറ്റയടിക്ക് ഇറങ്ങാതെ ഘട്ടം ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനെ അവതരിപ്പിച്ചത്. അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാം, ഹൂദ് നബി, സാലിഹ് നബി, ഇവരുടെ സംഭവങ്ങൾ, അപ്പോൾ ഇവരുടെ ഗോത്രക്കാർ ആദ്, സമൂദ്, അതുപോലെ തന്നെ ഖുർആനിൽ പറഞ്ഞ മറ്റൊരു ഗ്രൂപ്പാണ് അസ്ഹാബുർ റസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ്. ഇത് മുഫസ്സിരീങ്ങൾ പറയുന്നത് ഒരു കിണറിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ ഇവർ അള്ളാഹുവിനെ ധിക്കരിച്ചു. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഇവരുടെ അടുക്കൽ ഏത് പ്രവാചകനെ അയക്കപ്പെട്ടു എന്നൊന്നും വ്യക്തമല്ല. എന്തായാലും ഇവരെന്ത് ചെയ്തു? പ്രവാചകനെ ധിക്കരിക്കുകയും അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്കും വരികയും ചെയ്തു. ഇതിനുശേഷം ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്തായിട്ട് അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരുടെ ഗുണങ്ങൾ അള്ളാഹു വിവരിക്കുകയാണ്. ഇബാദുർ റഹ്മാൻ, റഹ്മാൻ്റെ ദാസന്മാർ. അപ്പോൾ അവരുടെ കുറേ ഗുണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല വിവരിക്കുകയാണ്. അതിലെ ഒന്നാമത്തേതാണ് അവർക്ക് വിനയമുണ്ടായിരിക്കുക. അതുപോലെ തന്നെ വിവരദോഷികളെ അവഗണിച്ച് കളയും. അവരോട് തർക്കിക്കാൻ ഒന്നിനും പോകില്ല. അത് അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരുടെ ഗുണങ്ങളാണ്. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ ഇബാദത്തിൽ കഴിഞ്ഞുകൂടുക, രാത്രിയുള്ള നമസ്കാരം, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നരകത്തിലെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ തിരിച്ചുവിടണേ എന്ന് അവർ ദുആ ചെയ്യും. അതവരുടെ പ്രത്യേകതയാണ്. അതുപോലെ അവർ ചെലവഴിക്കുമ്പോൾ പിശുക്ക് കാണിക്കത്തുമില്ല, ദുർവ്യയം ചെയ്യത്തുമില്ല. ഒരു മധ്യമായ നിലയിൽ അവരെന്ത് ചെയ്യും? ചെലവാക്കുന്നതാണ്, മിതത്വം പാലിക്കുന്നതാണ് ചെലവാക്കുന്നതിൽ. ഷിർക്കുമായിട്ട് യാതൊരു സന്ധിയുമില്ല. ഷിർക്കിനെ പൂർണ്ണമായിട്ടും വർജിക്കുന്നവരാണ് അവർ. അതുപോലെ തന്നെ വലിയ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കും. കൊലപാതകം, വ്യഭിചാരം, കള്ളസാക്ഷിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അവരെന്ത് ചെയ്യും? അകന്നു നിൽക്കുന്നവരാണ്. അനാവശ്യങ്ങൾ നടക്കുന്ന സ്ഥലത്തുകൂടെ അവർ നടന്നു പോവുകയാണെങ്കിൽ മാന്യമായി നടന്നു പോകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അനാവശ്യ കാര്യം എന്ന് വെച്ചാൽ ദുനിയാവിലോ ആഖിറത്തിലോ ഒരു പ്രയോജനമില്ലാത്ത കാര്യം. അതിനാണ് ലഗ്വ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ലഘുവായ കാര്യങ്ങളുടെ അങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥലങ്ങളിലൂടെയോ അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നിടത്തൂടെ അവർ പോവുകയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാത്ത രീതിയിൽ മാന്യമായി അവരെന്ത് ചെയ്യും? കടന്നു പോകും എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ അത് അവരോട് ഓതപ്പെടുകയും അള്ളാഹുവിൻ്റെ ആയാത്തുകൾ പറയപ്പെടുകയും ചെയ്താൽ അവരത് ചിന്തിക്കും. കണ്ണു അടച്ച് ബധിരരായിക്കൊണ്ട് അതിൻ്റെ മുമ്പിൽ വീഴില്ല, മറിച്ച് അത് ചിന്തിച്ച് കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ അവർ പരിശ്രമിക്കും. ഇതും അവരുടെ ഗുണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുകയാണ്. അതുപോലെ തന്നെ അവരുടെ ദുആ, ഞങ്ങളുടെ മക്കളെയും സന്താനങ്ങളെയും സാലിഹീങ്ങളാക്കണേ, ഞങ്ങൾക്ക് ദുനിയാവിൽ അവരെ കൊണ്ട് സമാധാനം തരണേ, കണ്ണിന് കുളിർമ നൽകണേ എന്നുള്ള അവരുടെ ദുആ, ആ ഇബാദുർ റഹ്മാൻ്റെ ദുആ, അതും ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതിനുശേഷം അവർക്ക് സ്വർഗത്തിലെ സൗഭാഗ്യങ്ങൾ അവർ ക്ഷമിച്ച് ജീവിച്ചതിൻ്റെ പേരിൽ അവർക്ക് നാളെ ആഖിറത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ സൂറത്ത് അവസാനിക്കുകയാണ്. അടുത്തത് സൂറത്തു ശുഅറ ആണ്. 227 ആയത്തുകളാണുള്ളത്. ഏകദേശം 11 റുക്കൂ. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. ഈ സൂറത്തിൽ പ്രധാനപ്പെട്ട നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ക മുശ്രിക്കീങ്ങൾ തങ്ങളെ വിമർശിച്ചിരുന്ന പല വിമർശനങ്ങളും
അതിനുള്ള മറുപടിയും ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിമർശനം, നബിതങ്ങൾ കവിയാണ്, ഈ ഖുർആൻ എന്ന് പറയുന്ന ഒരു കവിതാ സമാഹാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിമർശിച്ചിരുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കവിയല്ല. അപ്പോൾ കവിതകളുടെ പ്രശ്നം എന്താണെന്നും കവികളെക്കുറിച്ചും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അവർ ഭാവനയിൽ നിന്ന് ഓരോ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുന്നത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ പറയുന്നതാണ് കവിത. അപ്പോൾ അത് ഖുർആൻ എങ്ങനെ കവിതയാകാൻ കഴിയും? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം ഈ സൂറത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് പരാമർശിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ സൂറത്തിന് ഷുഅറാ എന്ന പേര് വന്നത്. ഷുഅറാ എന്ന് വെച്ചാൽ പദ്യകാർ, കവികൾ എന്നൊക്കെയാണ് അർത്ഥം. പിന്നെ ഈ സൂറത്തിൻ്റെ തുടക്കം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം അത് പരിശുദ്ധ ഖുർആനാണ്. അതിനുശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമാശ്വസിപ്പിക്കുകയാണ്. തങ്ങളുടെ ടെൻഷൻ, അതായത് ഇവരാരും ഈമാൻ മുഅ്മിനാകുന്നില്ല, ദഅവത്ത് സ്വീകരിക്കുന്നില്ല, അപ്പോൾ തങ്ങൾ ഇതിനകത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ഇത് അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമാണ്. അതുപോലെ തന്നെ അള്ളാഹു ആരെയും നിർബന്ധിച്ച് ഒറ്റയടിക്ക് മുസ്ലിം ആക്കണമെന്ന് വിചാരിച്ചാൽ അള്ളാഹുവിന് അത് പറ്റും. ഒറ്റയടിക്ക് എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അള്ളാഹിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീഴും, അള്ളാഹുവിൻ്റെ അങ്ങനത്തെ എന്തെങ്കിലും അടയാളങ്ങൾ അള്ളാഹു കാണിച്ചാൽ. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു എക്സാം ഇവിടെ പൂർത്തിയാകുന്നില്ല. അള്ളാഹു അനുഗ്രഹിച്ചവർക്ക് സ്വർഗം കൊടുക്കാനും അള്ളാഹുവിനെ നിന്ദിക്കുന്നവർക്ക് നരകം കൊടുക്കുക എന്നുള്ള നാളത്തെ റിസൾട്ട്, അതിൻ്റെ എക്സാമിൻ്റെ പീരീഡാണ് ഈ ദുനിയാവ്. അപ്പോൾ അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒറ്റയ്ക്ക് ആർക്കും എന്ത് ചെയ്യാത്തത്, അങ്ങനെയുള്ള അടയാളങ്ങൾ കാണിച്ച് ഹിദായത്തിൽ കൊണ്ടുവരാത്തത് എന്ന് പറയുന്നു. ശേഷം അമ്പിയാക്കളുടെ സംഭവങ്ങൾ വളരെ വിശദീകരിച്ച് ഈ സൂറത്തിൽ പറയുന്നു. അതിൽ മൂസാ നബി അലൈഹിസ്സലാം ഫിറഔനുമായി നടക്കുന്ന സംഭാഷണങ്ങൾ ഇതിനകത്ത് പറയുന്നുണ്ട്. അതിൽ നമ്മൾ പല സൂറത്തുകളിലും, സൂറത്തുൽ ആറാഫ് ഇങ്ങനെയുള്ള ഒരുപാട് സൂറത്തുകളിൽ ഈ വിഷയം നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. അവിടെയൊന്നും പരാമർശിക്കപ്പെടാത്ത 1-2 കാര്യങ്ങൾ മാത്രം ഇൻഷാ അല്ലാഹ് പറയാം. അതിലൊന്നാണ് മൂസാ അലൈഹിസ്സലാം ഫിറഔനുമായിട്ട് നടത്തുന്ന സംഭാഷണത്തിൽ ഫിറഔൻ ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. നിന്നെ ഞാനല്ലേ പരിപാലിച്ചത്, നിന്നെ വളർത്തി വലുതാക്കിയത് ഞാനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറുപടി, ബനു ഇസ്രായേലിനെ അടിമയാക്കി വെച്ചു, അവരെ ഉന്മൂലനം ചെയ്തു. ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അടിമയാക്കി വെച്ചതിൻ്റെ മുമ്പിൽ വെച്ച് നോക്കുമ്പോൾ നീ എന്നെ പരിപാലിച്ചത് എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണുള്ളത്? എൻ്റെ സമുദായത്തെ മുഴുവനും നശിപ്പിക്കാനല്ലേ നീ വിചാരിച്ചു? ഇതുമല്ല അതിനോട് ചേർത്ത് നോക്കുമ്പോൾ ഇത് എന്ത് അനുഗ്രഹമാണുള്ളത്? പിന്നെ മറ്റൊരു വിഷയമാണ് മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ഖിബ്തിയെ കൊന്നത്. അത് മുമ്പ് നമ്മൾ പരാമർശിച്ചതാണ്. അപ്പം അതിന് മറുപടി പറയുന്നുണ്ട്, അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ സംഭവിച്ചതാണ്, അറിവില്ലാത്ത സമയത്ത് ഉണ്ടായ സംഭവമാണത്. അതിനുശേഷമാണ് എനിക്ക് നുബുവത്ത് കിട്ടുന്നത്, നുബുവത്തുമായിട്ട് ഞാൻ നിൻ്റെ അടുക്കൽ വരുന്നത് എന്ന് ഫിറഔനോട് മറുപടി പറയുന്നു. പിന്നെ ഫിറഔന് എന്താണ് റബ്ബുൽ ആലമീൻ, ആരാണെന്ന് ചോദിക്കും. മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം അതിന് മറുപടി പറയും, ആകാശഭൂമികളെ പടച്ചവനാണ് റബ്ബ്. അങ്ങനെയുള്ള ഒരുപാട് മറുപടികൾ, മരിപ്പിക്കുന്നവനും ജീവിപ്പിക്കുന്നവനുമാണ് റബ്ബ് എന്നുള്ള മറുപടികൾ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം കൃത്യമായി പറയും. അപ്പോൾ ചോദിക്കും, അടയാളം കാണിക്കാൻ പറയും. അപ്പോൾ അടയാളമായിട്ടാണ് വടി എന്ത് ചെയ്യുന്നത്, ഇട്ട് കൊടുക്കുന്നതും അതുപോലെ തന്നെ കൈ വസ്ത്രത്തിൻ്റെ അകത്തു നിന്ന് എടുക്കുമ്പോൾ അത് പ്രകാശമുള്ളതായി കാണുന്നതും ഒക്കെ. അതിനുശേഷമാണ് മറ്റേ സാഹിര്യങ്ങളെല്ലാം വിളിച്ചുകൂട്ടി മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വെല്ലുവിളിക്കുന്ന സംഭവം. അതിനുശേഷം മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം നിരന്തരം ദഅവത്ത് ചെയ്യുന്നു, അവർക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നു. ആ പരീക്ഷണങ്ങൾ ഓരോന്നോരോന്ന് അള്ളാഹുവിൻ്റെ പിന്നെ മൂസാ അലൈഹി സ്വലാം ദുആ ചെയ്തു മാറ്റുന്നു. അവസാനം ആ സമുദായവുമായിട്ട് രാത്രി പുറപ്പെട്ടു പോകാൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ കടലിൻ്റെ മുമ്പിലെത്തുന്നു. അപ്പോൾ കടലിലേക്ക് അള്ളാഹു അടിക്കാൻ പറയുന്നു. പർവ്വതങ്ങൾ പോലെ കടലിൻ്റെ വെള്ളങ്ങൾ ഓരോ സൈഡിലേക്ക് മാറി നിൽക്കുകയും വഴിയാകുകയും ആ വഴിയിലൂടെ മൂസാ അലൈഹി സ്വലാം കടന്നു പോവുകയും ഇവരും അതേ വഴി കടന്നു പോകുമ്പോൾ പകുതി എത്തുമ്പോൾ വെള്ളം അവരുടെ വന്ന് മൂടുകയും അങ്ങനെ ഫിറഔൻ നശിച്ചു പോകുകയും ചെയ്യുന്ന ആ സംഭവമാണ് പിന്നെയുള്ള ആയാത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുന്നത്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം തൻ്റെ സമുദായത്തിൽ ദഅവത്ത് ചെയ്തതും അങ്ങനത്തെ ദഅവത്ത് ചെയ്തപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി. അപ്പോൾ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി അള്ളാഹുവിൻ്റെ 5 സിഫത്തുകൾ ബയാൻ ചെയ്തു. അള്ളാഹു ഖാലിഖാണ്, എല്ലാവരെയും സൃഷ്ടിക്കുന്നവനാണ്. അതുപോലെ തന്നെ അവനാണ് എല്ലാവർക്കും ഭക്ഷണം നൽകുന്നത്, ഭക്ഷണം നൽകും. യുതഇമുനി വയസ്ഖീൻ, അവൻ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന റാസിഖാണ് അള്ളാഹു. അതുപോലെ തന്നെ അവൻ രോഗങ്ങൾക്ക് ശിഫ നൽകുന്നവനാണ്, ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവനാണ്, പാപങ്ങളെ പുറത്തു കൊടുക്കുന്നവനുമാണ്. ഇതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം 5 ദുആക്കൾ, ഇബ്രാഹിം നബിയുടെ ഇപ്പോൾ 5 ദുആക്കൾ പരിശുദ്ധ ഖുർആൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. അതിലൊന്നാമത്തേതാണ്, എനിക്ക് ഹിക്മത്ത് നൽകണമേ, അതായത് അറിവും ജ്ഞാനവും
അതുപോലെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും എനിക്ക് നൽകി സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ എന്നൊരു ദുആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആയാണ്. ആ ദുആ നമ്മളെപ്പോഴും ചൊല്ലേണ്ട ദുആയാണ്. അതുപോലെ തന്നെ എനിക്ക് ശേഷം വരുന്ന തലമുറയിൽ എന്നെക്കുറിച്ചുള്ള നല്ല പരാമർശം, എൻ്റെ ഈ ദഅവത്ത് ഹക്കാണ് എന്നുള്ള കാര്യം അടുത്ത തലമുറയിലേക്ക് അത് പകർന്നു പോകാൻ എന്നെക്കുറിച്ച് അവർ നല്ലത് പറയുന്ന ഒരവസ്ഥയിൽ എന്നെ ആക്കണമേ എന്ന് പറയുന്ന രണ്ടാമത്തെ ദുആ. അതുപോലെ തന്നെ സ്വർഗത്തിൽ എനിക്കൊരു സ്ഥലം തരണമേ. പിന്നെ അതിനുശേഷം ഒരു ദുആയാണ് എൻ്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണമേ. പിതാവിന് പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യാനുള്ള കാരണം പിതാവ് ഈമാനിലേക്ക് വരും, ഇസ്ലാമിലേക്ക് വരും എന്ന പ്രതീക്ഷയിലാണ്. പക്ഷേ അള്ളാഹു പറഞ്ഞു, വേറെ ആയത്തിൽ നമുക്ക് കാണാറിയാം, പിന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അദ്ദേഹത്തിന് എന്തില്ല, ഈമാനുള്ള തൗഫീഖില്ല, അദ്ദേഹത്തിൻ്റെ വാശിയിൽ തന്നെ കഴിഞ്ഞുകൂടും. അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഈമാൻ കിട്ടില്ല എന്ന ബോധ്യം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വന്നപ്പോൾ തബറഅ, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പിന്നെ അതിൽ നിന്ന് വിട്ടു. പിന്നെ പിതാവിന് വേണ്ടി ദുആ ചെയ്തിട്ടില്ല, പുറത്തു കൊടുക്കണേ. അതുകൊണ്ടാണ് കാഫിരിങ്ങൾക്ക് പുറത്തു കൊടുക്കണമേ എന്നുള്ള ദുആ ഇല്ല. അതുപോലെ തന്നെ ആഖിറത്തിൽ എന്നെ ഒരിക്കലും നീ നിസാരനാക്കരുതേ അല്ലാ എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ ദുആക്കളിൽ എപ്പോഴും നമ്മൾ ഉൾപ്പെടുത്തേണ്ട ദുആയാണ് ഈ ദുആ. അതിനുശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, പിന്നെ ഹൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ് ഗോത്രവുമായി ബന്ധപ്പെട്ട്, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം അത്യാവശ്യം അവിടെയുള്ള കാർഷിക അഭിവൃദ്ധിയും അങ്ങനെയുള്ള ഒരു സമൂഹമായിരുന്നു അവർ. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകനെ ധിക്കരിച്ചതിൻ്റെ പേരിൽ ഭൂമി കുലുക്കത്തോടു കൂടി അവരെ അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, പിന്നെ ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം, അസ്ഹാബുൽ ഐക്ക. ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം നമ്മൾ നേരത്തെയും സൂചിപ്പിച്ചതാണ്. ഐക്ക എന്ന് പറഞ്ഞാൽ ഈ കാട് എന്നാണ്, നല്ല വൃക്ഷങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന പ്രദേശം. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. ഇത് മദിയനാണെന്ന് മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും അവിടേക്ക് അയക്കപ്പെട്ട, ആ സമൂഹത്തിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാണ് ഷുഐബ് നബി അലൈഹി സ്വലാം. ഇവരുടെ തെറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹുക്കൂക്കുൽ ഇബാദ്, അടിമകളോടുള്ള കടപ്പാടുകൾ, ഇടപാടുകളിൽ അവർ ക്ലിയർ ആയിരുന്നില്ല. അതിനകത്ത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, അളവ് തൂക്കത്തിൽ വ്യത്യാസം കാണിക്കുക, അതുപോലെ തന്നെ അക്രമപരമായി ടാക്സ് ഈടാക്കുക, ഹുക്കൂക്കുൽ ഇബാദിലായിരുന്നു അവരുടെ പ്രശ്നങ്ങൾ. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ശിക്ഷ അവർക്കും വന്നു ഭവിച്ചു. ഇത്രയും പേരുടെ കാര്യങ്ങളാണ് ഈ സൂറത്തിലെ പ്രധാനമായിട്ട്, ഈ അമ്പിയാക്കളെ സംബന്ധിച്ചാണ് ഈ സൂറത്തിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്നത്. അതിനുശേഷമുള്ള അടുത്ത സൂറത്താണ് സൂറത്ത് നംല്. നംല് എന്ന് പറഞ്ഞാൽ ഉറുമ്പ് എന്നാണ്. ഇവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഒരു ഉറുമ്പിൻ്റെ സംഭവം ഈ സൂറത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഉറുമ്പ് അവരുടെ ബാക്കിയുള്ള ഉറുമ്പുകളോട് ഒരു ഉറുമ്പ് സംസാരിക്കുന്നത് സുലൈമാൻ അലൈഹി സ്വലാം കേൾക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവം ഈ സൂറത്തിലുള്ളത് കൊണ്ടാണ് ഈ സൂറത്തിൽ ഉറുമ്പ് എന്ന്, അല്ലെ സൂറത്തു നംല് എന്ന പേര് വന്നിരിക്കുന്നത്. ഈ സൂറത്തിൻ്റെ പ്രത്യേകത, മുമ്പ് വരുന്നത് സൂറത്ത് ഷുആറാ, അതുപോലെ തന്നെ നംല്, ഇനി വരാൻ പോകുന്ന സൂറത്തുൽ ഖസസ്, ഈ സൂറത്തുകൾ മൂന്നും ഒരേ ക്രമം അനുസരിച്ചാണ് അവതരിച്ചത്. അതായത് സാധാരണ ഖുർആനിനകത്ത് പല രീതിയിലാണ് ഖുർആൻ അവതരിക്കുന്ന ക്രമത്തിലല്ല ഖുർആൻ ക്രോഡീകരിച്ചിരിക്കുന്നത്. ഉദാഹരണത്തിന് ഖുർആൻ്റെ ഒരു സൂറത്തിലെ ഒരു ആയത്ത്, അല്ലെങ്കിൽ ഒരു 10 ആയത്ത്, അല്ലെങ്കിൽ ഒരു സൂറത്ത് മുഴുവനും അവതരിക്കുന്നു. അത് കഴിഞ്ഞ് അടുത്ത വേറെ സൂറത്തിലെ കുറച്ച് ആയത്ത് അവതരിക്കുന്നു. അത് കഴിഞ്ഞ് ചിലപ്പോൾ ആദ്യം പറഞ്ഞ സൂറത്തിൽ നിന്ന് കുറച്ച് ആയത്തുകൾ അവതരിക്കുന്നു. സൂറത്ത് അവതരിച്ച് കഴിഞ്ഞതിന് ശേഷം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി എഴുതുന്ന സഹാബാക്കളോട് പറയും, ഈ ആയത്ത് ഇന്ന സൂറത്തിൻ്റെ കൂട്ടത്തിൽ എഴുതാൻ പറയും, ഇന്ന സൂറത്തിലെ ഈ ആയത്തിന് ശേഷം ഈ ആയത്ത് എഴുതാൻ പറയും. അങ്ങനെയാണ് എഴുതുന്നത്. അങ്ങനെയാണ് ഖുർആൻ സഹാബാക്കൾ എന്ത് ചെയ്തിരിക്കുന്നത്, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശമനുസരിച്ച് ക്രോഡീകരിച്ചത്. പക്ഷേ ഈ 3 സൂറത്തുകളുടെ പ്രത്യേകത, ഇത് അവതരിച്ചതും ഇതേ ക്രമത്തിലാണ്, അതേ ക്രമത്തിൽ തന്നെയാണ് ഈ സൂറത്ത് എന്ത് ചെയ്തിരിക്കുന്നത്, ക്രോഡീകരിക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ ഉണർത്തിക്കൊണ്ട് ഈ സൂറത്തിൽ ജനങ്ങളോട് ഗുണപാഠം ഉൾക്കൊള്ളാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. അതിൽ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സാലിഹ് നബി, ലൂത്ത് നബി തുടങ്ങിയ പ്രവാചകന്മാരുടെ സംഭവം തുടക്ക സമയത്ത് ചുരുക്കിയ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചുരുങ്ങിയ രൂപത്തിൽ പരാമർശിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് വിശാലമായ നിലയിൽ ദാവൂദ് നബി, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സംഭവം പ്രതിപാദിക്കുന്നുണ്ട്.
ഇതിൽ ദാവൂദ് നബി സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ കൊടുത്ത അനുഗ്രഹങ്ങൾ, അദ്ദേഹത്തിന് എല്ലാ അർത്ഥത്തിലും ഉള്ള അധികാരങ്ങൾ അള്ളാഹു നൽകിയെങ്കിലും അദ്ദേഹം എപ്പോഴും അള്ളാഹുവിൻ്റെ ഒരു അടിമയായി അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മഹാനായി തന്നെയാണ് ഈ ഭൂമുഖത്ത് നിന്ന് അദ്ദേഹം യാത്രയായത്. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിന് ജിന്നും മനുഷ്യനും പക്ഷികളെയും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അധീനപ്പെടുത്തി കൊടുത്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭവം പറയുകയാണ്. മഹാനവറുകൾ ഈ ഉറുമ്പ് കൂട്ടം ഉള്ള ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് അതിലൊരു ഉറുമ്പ് മറ്റുള്ള ഉറുമ്പുകളോട് പറയുകയാണ്, ഈ ഉറുമ്പും കൂട്ടമേ, നിങ്ങൾ സുലൈമാനും അദ്ദേഹത്തിൻ്റെ പട്ടാളവും നിങ്ങളെ ചവിട്ടി മെതിക്കാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ കൂടുകളിലേക്ക് കയറുക. ഇത് ബഹുമാനപ്പെട്ട സുലൈമാൻ അലൈഹി സ്വലാം കേൾക്കുകയാണ്. കേട്ടുകൊണ്ട് അദ്ദേഹത്തിന് പുഞ്ചിരി വന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറുമ്പുകൾ പറയുന്നത് പോലും മനസ്സിലാക്കാനുള്ള കഴിവ് മഹാനവറുകൾക്ക് കൊടുത്തു എന്നത് ഓർത്തുകൊണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷിയുടെ സംഭവം ഈ സൂറത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഹുദ്ഹുദ് എന്ന് പറയുന്നൊരു പക്ഷി. അപ്പോൾ അത് ഒരിക്കൽ കാണാതാകുന്നു. പിന്നെ അത് നല്ലൊരു വാർത്തയുമായി വരുന്നു. അതായത് സബ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു രാജ്ഞി, ബൽഖീസ് എന്ന് പറയും. അപ്പോൾ ആ രാജ്ഞിയുടെ സംഭവമാണ് വന്ന് പറയുന്നത്. അവർ സൂര്യനെ ആരാധിക്കുന്നവരാണ്, അവർക്ക് നേരായ മാർഗം കാട്ടിക്കൊടുക്കണം, അവർ സൂര്യനെ ആരാധിക്കുന്ന ആ സമുദായത്തിൽ നിന്നാണ് ഞാൻ വന്നത് എന്ന് ആ പക്ഷി വന്ന് പറയുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് സന്ദേശം അയക്കുന്നു. റബ്ബുൽ ആലമീനായ അള്ളാഹുവിനെ വഴിപ്പെടാനും അവനിലേക്ക് വിശ്വസിക്കാൻ വേണ്ടിയും സന്ദേശം അയക്കുന്നു. ആദ്യം അവർക്ക് അവരുടെ ആ രാജ്ഞിക്ക് തൻ്റെ കൊട്ടാരവും പരിപാലനങ്ങളുമെല്ലാം വെച്ച് നോക്കുമ്പോൾ അവർക്ക് സംബന്ധിച്ചൊരു ഉൾനാട്യമുണ്ടായിരുന്നു. നമ്മളെ പരാജയപ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന്. അവർക്ക് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് കൂടുതൽ ധാരണയില്ലായിരുന്നു. അങ്ങനെ സംഭവം പിന്നെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് വിഷയം എത്തുകയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള ആ രാജ്ഞി അവിടെയുള്ള ആൾക്കാരുമായിട്ട് കൂടിയാലോചന നടത്തുന്നു. കൂടിയാലോചന നടത്തുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശക്തിയെക്കുറിച്ചും അതിനെക്കുറിച്ചുമൊക്കെ അവർ അറിയുന്നു. അങ്ങനെ അറിഞ്ഞതിന് ശേഷം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നമുക്ക് നേരിടാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെടുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരെ വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ വിളിക്കുന്നതിന് മുമ്പായിട്ട് അവരുടെ കൊട്ടാരം അവിടുന്ന് അവരുടെ കൊട്ടാരത്തിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൊട്ടാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവരുടെ ആ രാജ്ഞി ഇരിക്കുന്ന സിംഹാസനം, അപ്പോൾ തൻ്റെ കൊട്ടാരത്തിലുള്ള ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, ഇതാരെനിക്ക് എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ ആരെ കൊണ്ട് കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ജിന്ന് ആദ്യം എണ്ണിച്ച് പറയും, നമ്മുടെ ഈ മജ്ലിസ് തീരുന്നതിന് മുമ്പ് ഞാൻ ആ കൊട്ടാരം ഇവിടെ എത്തിക്കാമെന്ന് പറയും. അപ്പോൾ ഒരു ആലിമായ ഒരു മനുഷ്യൻ, അത് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണത്. വേറെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നു ഇല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മന്ത്രിയാണ്. കാരണം അദ്ദേഹം വലിയൊരു മഹാനാണ്, അദ്ദേഹത്തിന് അള്ളാഹുവിൻ്റെ ഇസ്മുൽ ആലം അറിയാം. അതുപയോഗിച്ച് അദ്ദേഹം ദുആ ചെയ്ത് ആ കൊട്ടാരം എന്ത് ചെയ്ത് ഇമ വെട്ടുന്ന സമയം കൊണ്ട് ആ കൊട്ടാരം എവിടെ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിൽ എത്തിക്കുകയാണ്. എന്തായാലും അവിടെ ജിന്നുകളെ ഒന്ന് കാണിക്കാൻ വേണ്ടി, നിങ്ങളെക്കാൾ മനുഷ്യർക്കാണ് അള്ളാഹുവിൻ്റെ ഇബാദത്ത് ചെയ്ത അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാർക്ക് നിങ്ങളെക്കാൾ കഴിവുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം ഈ ഒരു ചോദ്യമൊക്കെ അവിടെ ചോദിച്ചത്. അതിനുശേഷം അവരുടെ സിംഹാസനത്തിൽ ചെറിയ മാറ്റമോ വ്യത്യാസമോ ഒക്കെ വരുത്താൻ വേണ്ടി പറയും, ഇവരുടെ ബുദ്ധി ഒന്ന് അളക്കാൻ വേണ്ടി. അപ്പോൾ അവർ വന്നിട്ട് അത് കണ്ട് മനസ്സിലാവും, അവരുടെ സിംഹാസനം തന്നെയാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ബുദ്ധിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ്, പക്ഷേ കാഫിരീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുപോയത് കൊണ്ടാണ് അവരൊരു എന്തായിപ്പോയത്, സത്യനിഷേധിയായി പോയത്. പക്ഷേ കാര്യം മനസ്സിലായപ്പോൾ അവർ പരിശുദ്ധ ദീനിലേക്ക് കടന്നു വന്നു എന്നാണ്. ഇതുപോലെ തന്നെ ആ കൊട്ടാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരുക്കി കൊടുത്ത, അദ്ദേഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങളെ കാണിക്കാൻ വേണ്ടി കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് ഒരു ചെറിയ ഒരു പൂള് ഉണ്ടാക്കിയിട്ട് ആ പൂള് ഗ്ലാസ് കൊണ്ട് മൂടിയിട്ടുണ്ടാവും. അപ്പം ആ രാജ്ഞി അതുവഴി കടന്നു വരുമ്പോഴത്തേക്ക് ഈ ഗ്ലാസിൻ്റെ ആ ക്ലാരിറ്റി കാരണം അവർ വിചാരിക്കും ഇത് വെള്ളമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരവരുടെ തുണി പൊക്കി അതിലേക്ക് ചവിട്ടാൻ തുനിയുമ്പോൾ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയും, അത് വെള്ളമല്ല, അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഉണ്ട്,
നിങ്ങൾക്ക് തുണി പൊക്കാതെ തന്നെ കടന്നു വരാമെന്ന് പറയും. അള്ളാഹുവിൻ്റെ ഇത്രയും അനുഗ്രഹങ്ങൾ ആ മഹാനവറുകൾക്ക് അള്ളാഹു കൊടുത്തെങ്കിലും എന്നിട്ടും ആ ഇത്രയും വലിയ ദുന്യവിയായ എന്തെല്ലാം സൗകര്യങ്ങൾ ഉണ്ടായിട്ട് പോലും അദ്ദേഹം പോലും അള്ളാഹുവിനെ ആരാധിച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച് ജീവിക്കുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടും നമ്മൾ അള്ളാഹുവിനെ അടിമപ്പെടാൻ ഏറ്റവും നമ്മൾ ബാധ്യസ്ഥരാണെന്ന് മനസ്സിലാക്കി ആ സമുദായം പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരികയാണ്. പിന്നെ അതിനുശേഷം ലൂത്ത് നബിയുടെയും സാലിഹ് നബിയുടെയും സംഭവത്തെക്കുറിച്ച് ചെറിയ സൂചനയുണ്ട്. ഇതിൽ സാലിഹ് നബി, ഇതെല്ലാം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ്. ഇതിൽ സാലിഹ് നബിയുടെ ദഅവത്ത് സ്വീകരിക്കുന്ന 2 കൂട്ടം ആൾക്കാർ, ഒന്ന് മുഅ്മിന് പിന്നൊന്ന് കാഫിർ, രണ്ടായിട്ട് തിരിയും. ഇതിൽ തന്നെ 9 നേതാക്കന്മാർ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വധിക്കാൻ പ്ലാൻ ഇടുന്നു. അങ്ങനെ രാത്രി സാലിഹ് നബിയെ വധിക്കാനുള്ള പ്ലാൻ ഇടുന്ന രാത്രി തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ശിക്ഷ ഇവർക്ക് വന്നു പെടുകയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളടുക്കുമ്പോൾ ആ ഖിയാമത്തിൻ്റെ സംഭവ വികാസങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുകയാണ്. പർവ്വതങ്ങളെയൊക്കെ നമ്മളിപ്പോൾ ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നതായിട്ട് കാണും. പക്ഷേ അന്ന് മേഘങ്ങൾ സഞ്ചരിക്കുന്നത് പോലെ വെറും പൊടികളായിട്ട് പർവ്വതങ്ങളൊക്കെ സഞ്ചരിക്കും എന്ന് പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു. അത് കഴിഞ്ഞ് കാഫിരീങ്ങൾക്കുള്ള താക്കീതാണ് ഈ സൂറത്തിൻ്റെ അവസാനം. നിങ്ങൾ എന്തൊക്കെ ചെയ്താൽ പോലും, എന്തെല്ലാം കാണിച്ചാൽ പോലും, വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ ഈ പ്രവൃത്തികൾ, ഇതിൽ നിന്ന് അള്ളാഹു ഇതൊന്നും അശ്രദ്ധനല്ല, അള്ളാഹ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലോടുകൂടെ ഈ സൂറത്ത് അവസാനിക്കുകയാണ്.